ഇന്ത്യ കാനഡ നയതന്ത്ര പോരിന് ഒരല്പം അയവ് വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കനേഡിയൻ പ്രധാനമന്ത്രി ക്ഷണിച്ചു എന്നാണ് വിവരം. ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നു. പരസ്പര ബഹുമാനത്തോടെയും പുതിയ വീര്യത്തോടെയും ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കുമെന്ന് നരേന്ദ്രമോദി പറയുന്നു. നമുക്കറിയുന്ന പോലെ കാനഡയിൽ പുതിയ സർക്കാരാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ നമുക്ക് അറിയാൻ കഴിയും. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ഇന്ത്യ ഇതുവരെ ക്ഷണിച്ചില്ല എന്നുള്ളതായിരുന്നു രാവിലെ വരെ നമുക്ക് ലഭിച്ച വിവരം. എന്നാൽ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങൾ SKN തീർച്ചയായിട്ടും. കാരണം ജസ്റ്റിൻ ട്രൂഡോ കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്ന ആ ഘട്ടത്തിലായിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നതും പലതരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് പുതിയ ഭരണകൂടം അധികാരത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ G7 ഉച്ചകോടി കാനഡയിൽ നടക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ തുടക്കത്തിൽ ഈ ഉച്ചകോടിയിൽ ഇന്ത്യക്ക് ക്ഷണം നൽകിയില്ല എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്തായാലും അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ ഒരു വ്യക്തത ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. കാനഡയിൽ വെച്ച് നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കനേഡിയൻ പ്രധാനമന്ത്രി ക്ഷണിച്ചിരിക്കുന്നു എന്നതാണ് ആ വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യം എക്സ് പോസ്റ്റിലൂടെ അറിയിക്കുകയായിരുന്നു. അതിൽ ആ എക്സ് പോസ്റ്റിൽ പറയുന്നത് കനേഡിയൻ പ്രധാനമന്ത്രിയിൽ നിന്ന് തനിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. അതിനെ സന്തോഷത്തോടു കൂടിയാണ് ആ ക്ഷണത്തെ കാണുന്നത്. പരസ്പര ബഹുമാനത്തോടു കൂടിയും പുത്തൻ വീര്യത്തോടു കൂടിയും ഒരുമിച്ച ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ്പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത്. നേരത്തെ ഈ G7 സൂചിപ്പിച്ചതുപോലെ ഉച്ചകോടിയിൽ കാനഡ ഇത്തരത്തിൽ ക്ഷണിച്ചില്ല എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കെയാണ് ഇപ്പോൾ ക്ഷണം സ്ഥിരീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ അക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഉച്ചകോടി നടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും, ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച സ്ഥിരീകരണമില്ല. എന്തായാലും ഈ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും എന്ന സൂചന തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. ആ ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും എന്നതുകൂടി എന്ന വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. SKN.